ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒത്തിരി വില്ലകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച 5 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. 2 SUV കാർ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു കാർ പാർക്കിംഗ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ മെയിൻ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കിഴക്ക് ദർശനമാക്കി ഇവിടെ ഒരു പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു CNC കട്ടിംഗ് ഡിസൈനൊക്കെ കൊടുത്ത് മറ്റെങ്ങും കാണാത്ത തരത്തിൽ വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാനാവുന്നതാണ്. TV യൂണിറ്റിന് ബാക്ക്ഗ്രൗണ്ടിലായി നല്ലൊരു വാൾപേപ്പറൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഇവിടിൻ്റെ ലിവിംഗ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം ആളുകൾക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ സുഖമായി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി ഗംഭീരമാകത്തിനിടെ വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ടീക്കൂട്ട് ഫിനിഷ് വരുന്ന മൈക്ക് യൂസ് ചെയ്താണ് ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ടോപ്പിലായി CNC കട്ടിംഗ് വർക്കും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആവശ്യത്തിന് സൗകര്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ റെഡിയാക്കിയിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയയും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. മുഴുവനായി തന്നെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകി വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2ഉം 3ഉം പാളികളായുള്ള 2 വെന്റിലേഷനുകളാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് കാണാം. വളരെ ചെറിയ രീതിയിൽ തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടിയിൽ നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. സ്റ്റെയർവേക്ക് താഴെ വരുന്ന ഏരിയ മൾട്ടിവുഡ് കൊണ്ട് നല്ലൊരു ഡിസൈനാക്കി തന്നെ ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇൻവെർട്ടർ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം.
ആവശ്യമുള്ളവർക്ക് ഇവിടെയും ഒരു TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ഏരിയയും ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. മുഴുവനായി തന്നെ GI ട്യൂബുകൾ കൊണ്ട് കവർ ചെയ്ത് സേഫ്റ്റിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 13 അടിയിലധികം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. എത്ര വലിയ കട്ടിലും സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഇവിടെയും നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വിശാലതയുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് ആവശ്യത്തിന് സേഫ്റ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് വരാത്ത ബാൽക്കണിയുടെ ഭാഗത്തായി മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ വീടിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.